ഹാപ്പി ആൻഡ് ലവ്ലി മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. ആരോഗ്യ പാഠശാലയിലെ എല്ലാവർക്കും സന്തോഷകരമായ നല്ലൊരു ദിനം കൂടി ആശംസിക്കുകയാണ്. ഇവിടെ അതിരാവിലെ കുളിച്ചാലുള്ള ഗുണങ്ങൾ പലരും ഷെയർ ചെയ്തു. വളരെയധികം സന്തോഷമായി. സിംഗിൾ പോയിന്റ് അക്യുപങ്ക്ചർ ചികിത്സയിൽ വരുന്ന രോഗികളോട് നമ്മളൊക്കെ പറയുന്നതാണ്, നേരത്തെ ഉണരണമെന്നും ഉണർന്ന ഉടനെ കുളിക്കണമെന്നും പറയാറുണ്ട്. നേരത്തെ ഉണരുന്നതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ പ്രാധാന്യം നമ്മൾ പലതവണ പറഞ്ഞതാണ്. നേരത്തെ കുളിക്കുന്നതിൻ്റെ പ്രാധാന്യവും പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പ് ഈ കൊതുക് കടിക്കുന്നതിൻ്റെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അതിരാവിലെ ഉണരുന്നതും കുളിക്കുന്നതും വളരെ നല്ലതാണ്. കാരണം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ രക്തസഞ്ചാരം വർദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഊർജം ലെവൽ ബാലൻസ് ആവുന്നുണ്ട്. നമ്മുടെ പ്രതിരോധ ശക്തി ആക്റ്റീവ് ആവുന്നുണ്ട്. അതേപോലെ ഭാരം നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ പലർക്കും ഭാരം കുറഞ്ഞ ആളുകൾ, വെയിറ്റ് കുറഞ്ഞ ആളുകൾക്ക് കൂടാനും, ഭാരം അമിതമുള്ള ആളുകൾക്ക് ഭാരം കുറഞ്ഞ് ശരീരത്തിൻ്റെ നോർമൽ ലെവലിലേക്ക് എത്താനും, നമ്മുടെ ശരീരത്തിൻ്റെ മസിൽ ടോൺ ബാലൻസ് ആവാനും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ളതാണ് നേരത്തെ ഉള്ള കുളി എന്നുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ, നമ്മുടെ ഒരു രാത്രി 11 മണിക്ക് ശേഷം നമ്മുടെ ശരീരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. മുഴുവൻ സമയം നമ്മുടെ ശരീരത്തിൽ വളരെ അധികം പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും രാത്രിയാണ് നമ്മുടെ ശരീരത്തിലെ കെമിക്കൽ ഫാക്ടറി സജീവമായി പ്രവർത്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ കെമിക്കൽ ഫാക്ടറി എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ലിവർ, പിത്തസഞ്ചി ഉൾപ്പെടുന്ന അവയവങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഫംഗ്ഷനുണ്ട്. ഏതാണ്ട് 500-ലധികം ഫംഗ്ഷൻ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രധാനമായും രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ. അതിൻ്റെ ഭാഗമായി നമ്മുടെ ശ്വസന വ്യവസ്ഥയിൽ നിന്ന് പല കെമിക്കലുകളും പുറന്തള്ളപ്പെടുന്നുണ്ട് ശരീരത്തിലേക്ക്. അതേപോലെ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ നിന്ന് പല കെമിക്കലും പുറന്തള്ളപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിലേക്കാണ് വരുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ശ്വസന വ്യവസ്ഥയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ ഓക്സിജൻ, ഇതിൻ്റെ പ്രവർത്തനം ഫലമായിട്ട് പല കെമിക്കൽസും പുറത്തു വരുന്നുണ്ട്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കെമിക്കൽ ഫാക്ടറിയുടെ പ്രവർത്തനമായിട്ട് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ നിന്ന് ഏതാണ്ട് ഈ നൈട്രജനൊക്കെ നമ്മുടെ ആമാശയ വ്യവസ്ഥയിൽ നിന്ന് ഈ ഗ്യാസ് രൂപത്തിൽ നമുക്ക് പുറന്തള്ളപ്പെടുന്നുണ്ട്. അതേപോലെ മെഥനോൾ, നമ്മുടെ ലാർജ് ഇൻഡസ്ട്രീൻ വൻകുടലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഥനോൾ, അതുപോലെ നമ്മുടെ വൻകുടലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രജൻ പോലെയുള്ള പല കെമിക്കലുകളും ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മളെ സ്കിന്നിലേക്കും നമ്മൾ കിടന്നുറങ്ങുന്ന ആ റൂമിലേക്കും വിസർജിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിലും നമ്മൾ ഉറങ്ങുന്ന ആ ഒരു എൻവിറോൺമെൻറ്റിലേക്കും ശരീരത്തിൽ നിന്ന് പല ഗ്യാസുകളും പുറന്തള്ളപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ വൻകുടലിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഈ ഹൈഡ്രജൻ, അതുപോലെ മെഥനോൾ പോലത്തെ നമ്മുടെ കീവായു ആയിട്ടാണ് കൂടുതലും പുറന്തള്ളപ്പെടുക. അത് മിക്കവാറും ഉറക്കത്തിൽ പോകുന്നുണ്ട്. ഇനി ചില ആളുകൾക്ക് ഉണർന്നതിന് ശേഷമാണ് പുറന്തള്ളപ്പെടുന്നത്. എന്നാൽ ഈ ആമാശയത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന നൈട്രജൻ പോലത്തുള്ള ഗ്യാസുകൾ, ഇത് പ്രധാനമായിട്ടും നമ്മൾ ഉണർന്നതിന് ശേഷം ഗ്യാസായിട്ട് പുറന്തള്ളപ്പെടാറുണ്ട്. നമ്മൾ വായിലൂടെ ഏമ്പക്കമായിട്ടൊക്കെ വരാറുണ്ട്. ഏതായാലും നമ്മൾ കുളിക്കുമ്പോഴാണ് ഇതൊക്കെ ശരീരത്തിൽ നിന്ന്, ഇത് പുറന്തള്ളിയ വിസർജ്യങ്ങൾ ശരീരത്തിൽ നിന്ന്, സ്കിന്നിൽ നിന്ന് പോകാനും, അതേപോലെ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഗ്യാസുകൾ പുറന്തള്ളാനും അതിരാവിലെ കുളിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഉണ്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം. ഇതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ നമ്മുടെ സ്കിന്നിലേക്ക് വരുന്ന ലാക്റ്റിക് ആസിഡ്, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇത്തരം ഘടകങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കഴുകി വൃത്തിയാക്കാൻ നമ്മൾ ഉണർന്ന ഉടനെ കുളിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതാണ് നമ്മൾ ഉണർന്ന ഉടനെ അംഗശുദ്ധി വരുത്തുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരാൾക്ക് കൈ കൊടുക്കുന്നതിന് മുമ്പ് പോലും നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്യണം. സാധാരണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയൊക്കെ ജീവിതചര്യയിൽ പറയുന്നുണ്ട്, രാവിലെ ഉണർന്ന ഉടനെ ആദ്യം കൈകൾ 3 പ്രാവശ്യം കഴുകുന്നു, മുഖം 3 പ്രാവശ്യം കഴുകുമെന്നും കേട്ടിട്ടുണ്ട്. അപ്പം കൈ മുട്ടുവരെ കഴുകുക, അല്ലെങ്കിൽ കാല് പാദത്തിൻ്റെ മുകൾ ഭാഗം വരെ കഴുകുക, അതേപോലെ മുഖം മുഴുവനായിട്ട് കഴുകുക,
ഈ തല മുഴുവനായിട്ട് തടവുക, ഇങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു എന്നൊരു മാതൃകയാണ്. ഏതായാലും നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൽ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരുപാട് പ്രവർത്തനത്തിൻ്റെ ഫലമായി കെമിക്കലുകൾ, പല രാസപ്രക്രിയയിൽ നിന്നും നടക്കുന്ന ഇത്തരം ഗ്യാസുകൾ നമ്മുടെ മൂക്കിലൂടെയും വായിലൂടെയും കണ്ണിലൂടെയും ചെവിയിലൂടെയും അതേപോലെ നമ്മുടെ സ്കിന്നിലേക്കൊക്കെ വിസർജിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഉണർന്ന് കുളിക്കുമ്പോൾ ഇതൊക്കെ ശുദ്ധിയായിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ വളരെ നേരത്തെ ഉറങ്ങാനും വളരെ നേരത്തെ തന്നെ ഉണരാനും ഉണർന്ന ഉടനെ തന്നെ കുളിക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക. പരമാവധി ശരീരത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലുകൾ, ശരീരത്തിനകത്തും പുറത്തും കെമിക്കലുകൾ ഉപയോഗിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കുളിക്കുന്ന സമയങ്ങളിൽ ഈ പല കെമിക്കലും ചേർന്നുള്ള സോപ്പുകളൊക്കെ ഒഴിവാക്കുകയായിരിക്കും നല്ലത്. ഏതായാലും കുളിക്കുന്ന സമയത്ത് ശരീരത്തിൽ നന്നായി വെള്ളം ഒഴിച്ച് നന്നായി തേച്ചൊരച്ച് കുളിക്കുക. ചകിരി കൊണ്ടോ നല്ല കോട്ടൺ തോർത്ത് കൊണ്ടോ നമ്മൾ ടർക്കി കൊണ്ടോ ഒക്കെ നന്നായി തേച്ചൊരച്ച് കുളിച്ച് ശുദ്ധമായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക. ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ മുമ്പ് തന്നെ നമ്മൾ നന്നായിട്ട് ബ്രഷ് ചെയ്ത് വായ കഴുകി കുളിച്ച് ശുദ്ധമായിട്ട് നമ്മൾ പുറത്തേക്ക് വരിക. ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. ഏതായാലും വാക്കുകൾ കുറച്ച് അധികമായി പോയിട്ടുണ്ട്, ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.